ഓരോ ദിവസവും ഓരോ പ്ലാനിങ് ആണ്. സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു വലിയ പ്ലാനിൻ്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ ഭാഗം എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഭാഗം തന്നെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഇന്ന് 2 പേര് വീട്ടിൽ വരുന്നുണ്ട്. ആരെ നോക്കാം? എല്ലാവരുടെ ഇടയിലും കാണും ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ കട്ടയ്ക്ക് നിൽക്കുന്ന നല്ല ചങ്ക് ബഡീസ്. അതേപോലെ എൻ്റെ ചങ്ക്സ് ഇതാ ഇവരാണ് കേട്ടോ. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവർ വന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. അവരിതാ ഇതിവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരെനിക്ക് ഈ ഗിഫ്റ്റ് തരുന്നതോ ഞാനിത് വാങ്ങുന്നതോ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് പോലും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കുള്ള ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ ആയിട്ട് എനിക്ക് ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള എല്ലാ വാലന്റൈൻസ് ഡേക്കും എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഞാൻ ഏട്ടന് വേണ്ടി ഒരുക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ വാലന്റൈൻസ് ഡേക്ക് ഞാൻ എൻ്റെ റൂമിലും ഏട്ടൻ നാട്ടിലുമായി പോയി. എക്സാം കാരണം എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പം വേറെ ഒന്നും നോക്കില്ല, ബാക്കി പരിപാടി കഴിഞ്ഞ വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കാത്തിരുന്ന് ഞാൻ വെയിറ്റ് ചെയ്ത ദിവസം വന്നെത്തി ബഡീസ്. ഈ ട്രിപ്പ് പോകുന്ന ദിവസം നമുക്ക് രാത്രി കിടന്ന ഉറക്കം വരില്ലല്ലോ, അതേപോലൊരു ഫീലായിരുന്നു ഇന്നലെ എനിക്കും. ഏട്ടൻ വരുന്ന ദിവസമായി എല്ലാം എങ്ങനെയാവും എന്താവും എന്നൊക്കെ ആലോചിച്ച് ടെൻഷനും ഇതൊക്കെ കാണുമ്പോൾ ഏട്ടൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടി ഞാൻ വളരെ ത്രില്ലായിരുന്നു. ഈ സാരിക്ക് ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്റ്റോറി ഉണ്ട്. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഈ സാരിയിലാണ്. അതുകൊണ്ട് തന്നെ ഏട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണിത്. ഞാൻ ഈ സാരി ഇങ്ങോട്ട് കൊണ്ടുവന്നതൊന്നും പുള്ളിക്ക് അറിയില്ല. എത്ര കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിലും നമ്മൾ അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് അയാൾക്ക് വേണ്ടി വാങ്ങുന്നതും അയാളുടെ കയ്യിൽ അത് എത്തി അയാൾ അത് പൊട്ടിക്കുന്നത് വരെ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എനിക്കും അതേ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പെട്ടെന്നത് പൊട്ടിച്ച് ഏട്ടനത് കാണുന്ന ആ ഒരു മൊമെന്റ് എനിക്ക് പിന്നെ വേർഡ്സ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ഒന്നും പറയാൻ പറ്റാതെ കണ്ണൊക്കെ നിറയുന്ന പോലെ ആയിപ്പോയി. ആകെ എന്തൊക്കെ ഒരു പോലെ.